നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തെ തുടർന്ന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പുമായി കുവൈറ്റ് എത്തിയിട്ടുണ്ട്. അടുത്ത ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്ന കടുത്ത നിയന്ത്രണ നടപടികളുടെ പശ്ചാത്തലത്തിൽ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന ഹാളുകളും അടച്ചിടാൻ കർശന നിർദ്ദേശവുമായി മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ അഹമ്മദ് അൽ മൻഫൂഹി രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ മാസം 9 ഞായറാഴ്ച മുതൽ അടച്ചിട്ട സ്ഥലങ്ങളിലെ എല്ലാ പൊതുപരിപാടികളും വിവാഹങ്ങളും നിർത്തിവെക്കാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 28 തിങ്കളാഴ്ച വരെയാണ് നിലവിൽ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹോട്ടലുകളിൽ നടത്താൻ തീരുമാനിച്ച വിവാഹ ചടങ്ങുകളും മറ്റും മാറ്റിവെക്കാനും കർശനമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തുറന്നു പ്രവർത്തിക്കാൻ അനുമതിയുള്ള എല്ലാ കടകളും സ്ഥാപനങ്ങളും മുഴുവൻ സുരക്ഷാ മാനദണ്ഡങ്ങളും ഉറപ്പുവരുത്തണമെന്നും ലംഘിക്കുന്നവർ ആരായാലും പിഴയടക്കമുള്ള ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിലുള്ള നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമായി നടപ്പിലാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്നും പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങൾ, സിനിമാശാലകൾ, റെസ്റ്റോറന്റുകൾ, ഗതാഗത സംവിധാനങ്ങൾ, പള്ളികൾ, ഹോട്ടലുകൾ തുടങ്ങിയിടങ്ങളിൽ പരിശോധനയ്ക്കായി പ്രത്യേക സംവിധാനം ഒരുക്കും. വാക്സിൻ എടുക്കാത്തവർക്ക് നിയന്ത്രണം കർശനമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒമിക്രോൺ വ്യാപനം ശക്തമായ സാഹചര്യത്തിൽ ഇത്തരം രാജ്യങ്ങളിൽ നിന്നുള്ള കുവൈറ്റ് പൗരന്മാർ ഉടൻ നാട്ടിലേക്ക് തിരിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം ഇതിന്റെ ഭാഗമായി നിലവിൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ച് നിശ്ചിത സമയം കഴിഞ്ഞവർക്ക് രണ്ടാം ബൂസ്റ്റർ ഡോസ് നൽകാനുള്ള ഒരുക്കത്തിലാണ് ആരോഗ്യ മന്ത്രാലയം. ഇതിനായുള്ള നടപടികൾ ആരംഭിച്ചതായി ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽറായി ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. രോഗികൾ, പ്രായമായവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ തുടങ്ങി രോഗബാധ കൂടുതൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളവർക്കാണ് 4ാം ഡോസ് നൽകുക. കോവിഡ് വാക്സിൻ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡികളെ നിർവീര്യമാക്കാൻ ഒമിക്രോൺ വൈറസിന് ശേഷിയുണ്ടെന്ന് പ്രാഥമിക പഠനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നതായി ഫൈസർ സിഇഒ ആൽബർട്ട് ബുർല പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 4ാം ഡോസ് നൽകാനുള്ള കുവൈറ്റിന്റെ തീരുമാനം പുറത്തുവന്നിരിക്കുന്നത്. അതിനിടെ 5നും 11നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വാക്സിൻ നൽകാനുള്ള നടപടികൾ കുവൈറ്റ് അധികൃതർ ആരംഭിച്ചു കഴിഞ്ഞു. രാജ്യത്തെ കുട്ടികളിൽ കോവിഡ് ബാധ നിരക്ക് അടുത്ത കാലത്തായി വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. ഇതിനായി 2 ലക്ഷം വാക്സിൻ ഡോസുകൾ ഓർഡർ നൽകിയിരിക്കുകയാണ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം. $60 ലക്ഷം അഥവാ 18 ലക്ഷം ദിനാറാണ് ഇതിന് ചെലവായി കണക്കാക്കുന്നത്. ഒരു ഡോസിന് $30 ചെലവ് വരും. വാക്സിൻ നേരിട്ട് വാങ്ങുന്നതിനുള്ള അനുമതി സെൻട്രൽ ഏജൻസി ഫോർ പബ്ലിക് ടെൻഡേഴ്സ് നൽകിക്കഴിഞ്ഞതായി അൽ അൽബ പത്രം റിപ്പോർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ഏറെ നാളുകൾക്ക് ശേഷം ആദ്യമായി കഴിഞ്ഞ ദിവസം പ്രതിദിന കോവിഡ് കേസുകൾ 1000 കടന്നു. 1482 പേർക്കാണ് ചൊവ്വാഴ്ച പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്തെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 6084 ഉയർന്നിട്ടുണ്ട്. 201 പേർക്ക് ഇന്നലെ രോഗം ഭേദമായതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതിനോടകം തന്നെ 4,20,796 പേർക്കാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ചത്. ഇവരിൽ 4,12,274 പേർ രോഗമുക്തി നേടി. ഇന്നലെ പുതിയ കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇതിനകം 2468 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. കോവിഡ് വാർഡുകളിൽ 38 പേരും ICUവിൽ 9 പേരും ചികിത്സയിൽ കഴിഞ്ഞതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.